സോ വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മളൊരു പുതിയൊരു മെഷീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് മെഷീൻ കളിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് നമ്മൾ സ്വീറ്റ് സ്മോക്ക് അതേപോലെ റൈഡറും കൂടിയിട്ട് ഒരു ഗ്രോസ് ഗ്യാങ് അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്നൊരു മിലിറ്ററി അറ്റാക്കും കാര്യങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു കാർ ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു ടാങ്ക് വരെ നമ്മൾ കത്തിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെഷീനായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റിൻ്റെ ഒരു മെഷീനിലേക്കാണ്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടെറിട്ടറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കീഴടക്കിയിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് പിന്നെ ടൈമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഗ്രോസ് വില്ലേജിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വീറ്റിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ അവിടേക്ക് നമുക്ക് നൈസായിട്ട് കയറി ചെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ദ ഗ്രീൻ സർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനാണ്. അതായത് ഈ ഒരു ഈ ഒരു എൻറ്റയർ GTA സാൻ ആൻഡ്രിയാസിലെ ഒരു മെയിൻ ട്വിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് ഈ കാണുന്ന മെഷീന്. അപ്പോൾ എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അത് ഞാൻ എന്തായാലും മുന്നേ പറഞ്ഞ ഒരു ആങ്സൈറ്റി പൊളിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് പൊളിക്കുന്നില്ല. ആ ഒരു മെയിൻ ട്വിസ്റ്റ് തന്നെയാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാൻ ആൻഡ്രിയാസ് മൊത്തം ഗെയിമിലെ ഒരു മെയിൻ ട്വിസ്റ്റ് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ സ്വീറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ആ പദവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളുടെ ആ പഴയ ഒരു ഗ്യാങ്ങിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം നമ്മുടെ CJ ആണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോടൊക്കെ CJനെ പറ്റിയിട്ട് സ്വീറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവരെ മീറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ CJക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ കോളിൽ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സീസറാണ്. അതായത് CJയുടെ ഭാവി അളിയനായുള്ള സീസറാണ് ഇപ്പോൾ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നീ വിളിക്കുന്നത് CJ? അപ്പോൾ അവൻ പറയുന്നത് ഞാൻ സ്വീറ്റിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, എനിക്കൊരു കാര്യം നിന്നെ കാണിക്കാനുണ്ട്. ഇത്രയ്ക്കും വലിയ കാര്യമാണ്, നമുക്ക് പിന്നെ കണ്ടാൽ പോരെന്ന് ചോദിക്കുമ്പോൾ സീസർ പറയുന്നുണ്ട് ഇപ്പം തന്നെ എനിക്ക് കാണണം നിന്നെ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോൾ വരാം, എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ അടുത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് CJ കോൾ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ സീസറിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു മോട്ടോർ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഈ മോട്ടോർ സൈക്കിൾ കുഴപ്പമില്ല, ഡബിൾ സൈലൻസർ കുറച്ചൊരു ഫാസ്റ്റസ്റ്റ് ആണ് ഈ ഒരു ഗെയിമിൽ. അപ്പോൾ നമുക്ക് നേരെ സീസറിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ എന്താണ് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സീസർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവൻ പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അർജൻറ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ റെഡ് സർക്കിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് സൈഡിലൊരു കാർ ഇരിക്കണം, അവിടെ കയറാനാണ് പറയുന്നത്. ഐ തിങ്ക് അതൊരു സീസറിൻ്റെ കാറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അവിടേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീസറും തൊട്ട് കോസീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം കാണിച്ചു തരാനാണ്. അപ്പോൾ നമ്മളെ ബെല്ലാസ് ഗ്യാങ്ങിലത്തെ 2 മെമ്പേഴ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. അവരെന്തോ ഒരു കാര്യം പരിങ്ങി ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓ മാൻ, അപ്പോൾ ഇതാണ് ആ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെയും അതേപോലെ 10 പെന്നി ആ പോലീസുകാരനെ കൂടിയിട്ട് ഈ കാർ എന്ന് പറയുന്ന ഈ കാറിനൊരു ചരിത്രമുണ്ട്. കാരണം ഈ കാർ ഇടിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാർ കൊണ്ടാണ് CJയുടെയും സ്വീറ്റിൻ്റെ അമ്മേനെ ഇവർ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഇവരിൽ ഈ കൊന്ന ആൾക്കാരിൽ ബെല്ലാസ് ഗ്യാങ് ആണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെയിൻ കണ്ണി അല്ലെങ്കിൽ മെയിൻ സൂത്രധാരൻ ഈ സ്മോക്കാണ്. ഇവരുടെ കൂടെ പണ്ട് മുതലേ ചെറുപ്പം തൊട്ടേ നിഴല് പോലെ നടന്ന റൈഡറും സ്മോക്കും കൂടിയിട്ടാണ് ഇതൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇങ്ങനെ പിരികയറ്റിയതും എല്ലാതും ചെയ്തത് ഇവരാണ്. ഈ സ്മോക്കും റൈഡറും കൂടിയിട്ടാണ് പല ഗ്യാങ്ങിന് അതും ചെയ്യാനും ഇത് ചെയ്യാനൊക്കെ പറഞ്ഞ് ഇവർ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ട്വിസ്റ്റ് ചെയ്യായിരുന്നു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ സീസർ അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചു? സീസറിന് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ്. അവൻ ജസ്റ്റ് ആൾക്കാർ പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് വന്നതാണ്, അത് സീസർ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്വീറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. കാരണം നമ്മുടെ റൈഡറും സ്മോക്കും കൂടിയിട്ട് സ്വീറ്റിൻ്റെ അടുത്ത് ഒരു ഗ്യാങ് ബാറിൽ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മെഷീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിക്കണം. അതൊരു വലിയൊരു ലോക്കായിരുന്നു ആക്ച്വലി അത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഓൾറെഡി അവർ 10 പെന്നി വഴി പോലീസുകാരെയും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി അറിയിച്ചിട്ടാണ് ആ ഒരു ഗ്യാങ് ബാർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയത് ബെല്ലാസ് ഗ്യാങ്ങിനായിട്ട്. പക്ഷേ ആക്ച്വലി അത് സ്വീറ്റിനെ ലോക്ക് ചെയ്യാനുള്ളൊരു ട്രാപ്പായിരുന്നു. അപ്പോൾ അത് മനസ്സിലായ CJ ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ ആക്ച്വലി പെട്ടെന്ന് മനസ്സിലായി.
വിഷമത്തിലായ സീജെ നമ്മളെ സ്വീറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുറുക്ക് വഴി നോക്കാം. നമുക്ക് അവിടെ സെൻറ്ററിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. ഐ തിങ്ക് ഇവിടെ റോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ കാണിക്കുന്ന വഴി പോകണം കേട്ടോ നല്ലത്. കാരണം നമ്മൾ നമ്മുടെ രീതിയിൽ കുറുക്ക് വഴി സ്വീകരിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ഭ്രാന്ത് പിടിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും മാപ്പിൽ കാണിക്കുന്ന റൂട്ടിലേക്ക് കൂടെ തന്നെ പോവാം. ഓ മാൻ, നമ്മൾ ആ സ്വീറ്റിനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ പല വണ്ടികളും ഇടിച്ച് നാശകോശമാക്കണുണ്ട്. ഓക്കെ, ഇതേ പിള്ളേരെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും റൈഡറിന് സ്മോക്ക് ചെയ്ത് നോക്കില്ലേ. സ്വന്തം കൂടെ നടന്നിട്ട് ഇമാതിരി വെക്കൊന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരാളും. ഈ ഗെയിം കളിക്കുന്ന ഒരാളും അങ്ങനെ വിചാരിക്കില്ല. സംഭവം കുറേ പരിങ്കലും കാര്യങ്ങളൊക്കെ റൈഡറിനും മുന്നത്തെ മിഷയിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ഒരു വെക്കുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല. കാരണം അത്രയും കൂടെ പറപ്പ് പോലെ കണ്ടിരുന്ന സ്വീറ്റല്ല നമ്മുടെ റൈഡറും സ്മോക്കൊക്കെയാണ് ഇമാതിരി പണി ചെയ്തത്. അതും സ്വീറ്റിൻ്റെ സീജർ അമ്മേനെ വരെ കൊല്ലാൻ കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മൈൻഡ് എത്രത്തോളം ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇവരെ വെറുതെ കൊന്നിട്ട് കാര്യമില്ല. നമുക്ക് നെയ്ഡറിന് നല്ല ബ്രൂട്ടലായിട്ട് കൊല്ലണം. അയ്യോ, നമ്മുടെ സ്വീറ്റിന് അത്യാവശ്യം ഡാമേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് അവൻ ആകെ തീരെ പറ്റണില്ല. ഒരുവിധം ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ അവനക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ട്രാപ്പായിരുന്നു. സീസണെ ലോക്ക് ചെയ്യാനുള്ള ഒരു ട്രാപ്പായിരുന്നു. അത് നമ്മുടെ സ്മോക്കിൻ്റെയും അതേപോലെ റൈഡറിൻ്റെയും കെയർ ഓഫിലായിട്ടുള്ളൊരു ട്രാപ്പ് തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടാളും കൂടിയിട്ട് പിരി കയറ്റിയിട്ട് ഈ ഒരു ഗ്യാങ് വാറിന് ഇവരെ വിട്ടിട്ടുള്ളത്. അതും ഒറ്റയ്ക്ക് വെടിയിപ്പിക്കാനുള്ള കാരണം ഇതാണ്. 2-3 ഈ പിള്ളേരെ കൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു അറ്റാക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ചേട്ടനെ എങ്ങനെയും രക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഗൺ ഫൈറ്റ് തന്നെ നടത്തണം. എന്താണ് മുത്തേ, ഇതൊന്നും ഒരു ഗണ്ണായിട്ട് കൂട്ടാൻ പറ്റില്ല. വളരെ മോശമുള്ളൂ. ഓ, നമുക്കിനി വേണ്ടത് നമുക്ക് ഒരു നൈറ്റ് ഫൈറ്റ് അടിക്കാം. ഓക്കെ, മോളോട്ടോ വെച്ചിട്ട് ഒക്കത്തിന് കത്തിക്കണം. ഒരാൾ പോലും വേണ്ട, ഒക്കത്തിന് കത്തിച്ചിടുക. നമ്മളെ പിള്ളേരെ തൊടണോടാ നീയൊക്കെ. ഓക്കെ ഗൈസ്, എല്ലാത്തിനെ ബെല്ലാസ് കത്തി മരിക്കണം. ശരിക്കും ആക്ച്വലി നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്നുള്ളത് കത്തി മരിക്കലാണ്. അത്ര തീ കത്തി ബേണായി മരിക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അത് അങ്ങനെ തന്നെ ഇവർ മരിച്ച് കാണണം. അമ്മാതിരി തെണ്ടിത്തരാണ് നമ്മളെ സ്വീറ്റിനോട് ഇവരൊക്കെ ചെയ്തേക്കുന്നത്. ഇത് വരുന്ന അടുത്ത ടീം പറഞ്ഞാൽ നീയൊക്കെ മരിക്കാൻ കൂടാ. ചെക്കന്മാരെ തൊടുന്നോ നീയൊക്കെ. അതും ഞങ്ങളുടെ ചേട്ടനെ തൊടുന്നോ നീയൊക്കെ. അപ്പോൾ അവൻ്റെ കത്തിയിലും കഴിഞ്ഞു, ലാസ്റ്റത്തെ ചെങ്ങായുടെ കത്തിയിലും കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് പോലീസ്, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഇവരുടെ പ്ലാനിങ് ആയിരുന്നു. നമ്മളെല്ലാവരെയും പൂട്ടാനുള്ള പ്ലാനിങ് ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ ബെല്ലാസ് ഗാങ്ങിനെ അവർ ചെയ്യില്ല. കാരണം ബെല്ലാസ് ഗാങ് വഴിയാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റിനെ നമ്മളെയും അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 10 പെന്നി എടാ തെണ്ടി, നീ ഇമാതിരി ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. സംഭവം നിനക്ക് വേണ്ടിയിട്ട് എത്ര കൊള്ളരുതാത്ത മെഷീനുകൾ നമ്മൾ ചെയ്തിടാ. എന്നിട്ടും ഒരു കാരുണ്യം പോലും. നമ്മളെ മുഖം മൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കണ നോക്കിയേ. ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ, ഈ ഫോറസ്റ്റ് മൊത്തം കാടാന്ന് പറയണ പോലെ ഏതോ ഒരു കാടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കൊടുന്നേക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത 10 പെന്നിനേക്കാൾ കൂടുതൽ ഇഷ്ടമില്ലാത്ത ഇവൻ്റെ ഒപ്പം നടക്കണ ഈ ഡ്രൈവറാണ്. അത് നമ്മുടെ നാട്ടിലങ്ങനെ തന്നെ. നമ്മളെ SIനേക്കാളും കൂടുതൽ കടി നമ്മളെ SIയുടെ അപ്പുറത്തിന് ഡ്രൈവർമാർക്കായിരിക്കും. അതേപോലെ തന്നെ GTA San Andreasൽ ഈ 10 പെന്നിയുടെ ഒപ്പം നടക്കണ ഈ പയ്യാണ്. 10 പെന്നി പിന്നെ ഒരു സോഫ്റ്റിൽ വർത്താനം പറയുമ്പോൾ അവനക്കാവും കൂടുതൽ കടി ഉണ്ടാവുക. ആലോചിച്ചാൽ നോക്കി എങ്ങനെയാണ് ഇതൊക്കെ റിലേറ്റബിൾ ആവണമെന്ന്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, സ്വീറ്റ് ഞങ്ങളുടെ കസ്റ്റഡിയിലായി. സംഭവം സ്വീറ്റ് ജീവനോടെ ഉണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, സീജ ആകെ വെപ്രടിച്ച് ചോദിക്കുന്നുണ്ട് പാനിക്കായിട്ട്, ഇവിടെ എൻ്റെ ചേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. മറ്റേ ചേട്ടന് എലൈവാണ്, ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവൻ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണ്, പ്രിസൺ ഹോസ്പിറ്റലാണ്, അതായത് ജയിലിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പോൾ എന്തായാലും സീജനെ ആ കാടിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവനെ നൈസായിട്ട് ഈ ഒരു ലോസ് വെഗാസിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയുള്ള കുറേ മെഷീനുകളൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും. അതായത്
ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടായിരിക്കും കൂടുതൽ. ഇനി മൗണ്ടെയിൻ അങ്ങനത്തെ ഫോറസ്റ്റ് ആ ഒരു ഏരിയ വെച്ചിട്ടായിരിക്കും നമ്മളെ കൂടുതൽ മെഷീനൊക്കെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ഒബ്വിയസ്ലി. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ പറയുന്ന നീ എന്തായാലും ഇവിടെ നിൽക്കും, നിൻ്റെ ചേട്ടൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അവനെ നിനക്ക് ജീവനോടെ തിരിച്ച് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നീ നടത്തി തരണം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന അവനക്കൊരു ആളുണ്ട്, അയാളെ കൊന്ന് അയാളുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ. അതെന്ന് വെച്ചാൽ അയാളൊരു ക്രൈമിൻ്റെ വിക്റ്റിമാണ്. അതെന്ന് വെച്ചാൽ ആ ക്രൈം ചെയ്തിട്ടുള്ളത് ഈ 10 പിന്നി ഇവരൊക്കെ കൂടിയിട്ടാണ്. പക്ഷേ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അയാളെ തീർക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. തീർത്ത് ആ ഒരു ഫോട്ടോ, ആ വിക്ടിമിനെ തീർത്ത് അവനെ കൊന്ന ആ ഫോട്ടോ ഇവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണതാണ് ഇപ്പോൾ ഫസ്റ്റ് ഇവർ തന്നേക്കുന്ന ഡ്യൂട്ടി. അതായത് ഈ ഒരു ഗ്യാങ് വെയർ കഴിഞ്ഞ് നമ്മുടെ സ്വീറ്റിനെ പ്രിസണിൽ ഇട്ടതിന് ശേഷം അവർ കൊടുക്കുന്ന ആദ്യത്തെ ടാസ്ക്, അതായത് നമ്മുടെ സ്വീറ്റിനെ ജീവനോടെ തിരിച്ച് കിട്ടണം. അതാണ് ഒരു ഡിമാൻഡ്. ആ ഒരു ഡിമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളതാണ് മെഷീൻ. അപ്പോൾ അടുത്തൊരു മെഷീനുമായിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.